ദുബായ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ഗൾഫിലെ നടത്തിപ്പ് താളം തെറ്റി. ദുബായിലെ പരീക്ഷാ കേന്ദ്രത്തിൽ 8 മണിക്കൂറോളമാണ് കുട്ടികൾ കുടുങ്ങിയത്. ദുബായ് സമയം 3:30-ക്ക് തീരേണ്ട പരീക്ഷ രാത്രി വരെ നീണ്ടു. സാങ്കേതിക തകരാറാണ് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗൾഫിലെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ഏക കേന്ദ്രമാണ് ഇത്. 112 കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. അബുദാബിയിൽ നിന്നൊരു 7 മണിക്ക് നമ്മൾ അബുദാബിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇന്നലെ വേറെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് രാത്രി പഠിച്ച് പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ 10 മണിയായി. ഇതുവരെ എക്സാം കഴിഞ്ഞില്ല. 10:30-ക്ക് കുട്ടികളെ വിട്ടിട്ട് വൈകുന്നേരം വരുമ്പോഴാണ് അറിയുന്നത് 2 hours ഡിലേ ആണ്. ഇഷ്യൂ എന്താണ്, റിസോൾവ് ആയെന്ന് ചോദിച്ചപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു റിസോൾവ് ആയി, ഒരു വ്യക്തി പറഞ്ഞു ഇല്ല റിസോൾവ് ആയിട്ടില്ല, കുറച്ച് സമയം എടുക്കും. കുറച്ച് കഴിയുമ്പോൾ കേട്ടു കുറച്ച് പിള്ളേർക്ക് റെഡിയായി, കുറച്ച് പിള്ളേർക്ക് റെഡി ആയിട്ടില്ല. അപ്പോൾ എല്ലാത്തിലും ഒരു വ്യക്തതയായിരുന്നു. എക്സാമിനറെ ഒന്ന് വിളിച്ചുകൊണ്ടിരാമോ എന്ന് ചോദിച്ചു ഞങ്ങള്. പുള്ളിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരെ അറിയാലോ. അതിന് പറയുന്നത് ഇവിടുത്തെ എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് ഞങ്ങൾ വരാമെന്ന്. ഈ സെർവറും സ്വിച്ചുകളും എല്ലാം നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത് കൊണ്ടുവന്ന കൂടുതൽ എണ്ണവും 20 വർഷം പഴക്കമെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ആ സംഭവം അവിടെ വെച്ചേക്കുന്നുണ്ട്. ഇത്രയും പിള്ളേരുണ്ടല്ലോ, എല്ലാരും കൂടെ സെർവറിലേക്ക് കയറുമ്പോൾ അത് മൊത്തം ജാമായി പോയി. രക്ഷിതാക്കളുടെ കാത്തിരിപ്പല്ല യഥാർത്ഥ പ്രശ്നം. കാരണം പരീക്ഷ എഴുതേണ്ട കുട്ടികളാണ് 7-8 മണിക്കൂർ പരീക്ഷാ ഹാളിനകത്ത്. ആകെ വല്ല വെള്ളം മാത്രം കിട്ടിയതാണ് പറയുന്നത്. അത് മാത്രം കൊണ്ട് കുട്ടികൾ നിൽക്കേണ്ടി വന്നത്. ഈ ഒരു മാനസിക സമ്മർദ്ദത്തിൽ കുട്ടികൾ ഒരു വലിയ പ്രവേശന പരീക്ഷ എഴുതേണ്ടി വന്ന സാഹചര്യമാണ് ഇവിടെ അധികൃതർ ഉണ്ടാക്കിയിട്ടുള്ളത്. ദുബായിൽ നിന്ന് മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.